ബൈ ടു സൗദി. അപ്പം ഇന്ന് പോവേണ്. നമ്മുടെ ഫുൾ സെറ്റ് റെഡിയായി. അപ്പോൾ അങ്ങനെ നമ്മുടെ സൗദിനോട് വിട പറഞ്ഞ് ഇറങ്ങാൻ പോവാണ്. ഇപ്പം നമ്മുടെ നൈറ്റാണ് കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ ഈ നമ്മുടെ വ്ലോഗ് കാണുന്നവർക്കൊക്കെ അറിയാം നമ്മുടെ ഈ കാറ്. അപ്പോൾ ഈ കുട്ടനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും കേട്ടോ നാട്ടിലെത്തിയാലേ. പിന്നെ ഞങ്ങൾ ദമാം എയർപോർട്ടിലോട്ട് എത്തി. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ബിച്ചുക്കുട്ടനും അച്ഛനും നല്ല ത്രില്ലിൽ ഓടി പോവാണ് കേട്ടോ. ബിച്ചുവിന് എന്താ ഇന്നൊരു സ്പെഷ്യലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ 3-4 ഫ്ലൈറ്റൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും അവൻ 2-3 വയസ്സിലൊക്കെയാണ് കയറിയത്. അപ്പോൾ ആ ഒരു ഓർമ്മയില്ല. പിന്നെ കൂടുതൽ നേരം അവൻ ഉറക്കവും. ഒരു തവണ വന്നപ്പോൾ പനിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ ഫ്ലൈറ്റ് ആ നല്ല ത്രില്ലടിച്ചാണ് ഓടിപ്പോകുന്നത്. അവന് ആകാശം കാണണം, മേഘങ്ങൾ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം നൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ മിക്കവാറും ഉറക്കം തന്നെയായിരിക്കും. എന്തായാലും മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവൻ്റെ കുറേ എക്സ്പ്രഷൻസും അവൻ്റെ ത്രില്ലൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്യേണ്ട മാക്സിമം. അങ്ങനെ ഫ്ലൈറ്റിലോട്ട് നമ്മൾ കയറാൻ പോവാണ് കേട്ടോ. അങ്ങനെ 1 വർഷത്തിന് ശേഷമാണ് നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നത്. ഒരുമിച്ചായതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. അല്ല, ഞാനും ബിച്ചു ഒറ്റയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന സന്തോഷമോ ഈ ഒരു വ്ളോഗൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ. ഒറ്റയ്ക്ക് തന്നെ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിരിക്കണം. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ട് നോക്കിയപ്പോൾ ഒറ്റയ്ക്ക് ഇച്ചിരി തന്നെ എയർപ്ലെയിൻ നോക്ക് എഴുന്നേറ്റ് നോക്കുന്നേ. അപ്പം അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫിനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പം അച്ഛനും മമ്മിയും ബിച്ചും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം കുറേ നാൾക്ക് ശേഷം നമ്മൾ നാട്ടിൽ പോണ ത്രില്ലിലാണ്. അപ്പം ഫ്ലൈറ്റ് പയ്യെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ടേക്ക് ഓഫ് ആവും. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു ഇച്ചിരി ലേറ്റായി. ഏതോ ഒരു ഫ്ലൈറ്റ് വരാനുണ്ടായി. കണ്ടില്ലേ, ആ ഫ്ലൈറ്റ് നമ്മുടെ ഫ്രണ്ടിൽ കൂടി പാസ് ചെയ്ത് പോകുന്നുണ്ട്. അത് പോയി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടോ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടിരുന്നു. അപ്പോൾ അത് നമുക്ക് നല്ലൊരു വ്യൂ ആയിട്ട് തന്നെ അത് കിട്ടി, കാണാൻ പറ്റി. അപ്പോൾ ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ടേക്ക് ഓഫ് ആയതിന് ശേഷം ബിച്ചു നല്ലൊരു ഉറക്കം ഉറങ്ങി. പിന്നെ രാവിലെയാണ് എഴുന്നേറ്റ്. അപ്പോൾ നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് രാവിലെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ സൗദിയിൽ നിന്ന് പറന്നുയരാൻ പോവാണ്. അപ്പോൾ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. ഇനി എന്നെങ്കിലും തിരിച്ച് വരാമെന്ന് വിചാരിക്കുന്നു. തിരിച്ച് ഇനി ഏട്ടൻ ഒറ്റയ്ക്കായിരിക്കും വരുന്നത്. ഞങ്ങൾ നാട്ടിൽ തന്നെ ആയിരിക്കും. ഇനി എന്തെങ്കിലും കാണാമെന്നുള്ള വിശ്വാസത്തിൽ അതാ സൗദിയെ വിട്ട് ബൈ ബൈ പറഞ്ഞ് പറന്നുയരാണ് കേട്ടോ.
അങ്ങനെ ദേ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാനും ഏട്ടനും വിച്ചു എഴുന്നേറ്റു. നല്ല ഉറക്കമൊന്നും ഉറങ്ങാൻ പറ്റിയില്ല, പക്ഷെ എന്നാലും നമ്മൾ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു സൺറൈസൊക്കെ കണ്ടു. അങ്ങനെ ദേ നമ്മൾ കരിപ്പൂരാണ് കേട്ടോ വന്നിറങ്ങുന്നത്. അങ്ങനെ ദേ നമ്മുടെ ഫ്ലൈറ്റ് നാട്ടിലോട്ട് ലാൻഡ് ചെയ്യാൻ കേട്ടോ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നാട്ടിലെത്തിയത് എൻ്റെ ചാനലിൽ കൂടി പതിയെ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ദേ നമ്മളിവിടെ ലാൻഡ് ചെയ്തു. ഇനി ഞങ്ങൾക്ക് ചാലക്കുടിക്കാണ് കേട്ടോ പോകേണ്ടത്. അപ്പം നമ്മളിവിടെ നിന്ന് ഇനി ടാക്സിക്ക് ചാലക്കുടി, അത് കഴിഞ്ഞ് വീടെത്തിയിട്ടുള്ള ഒരു വിശേഷങ്ങളൊക്കെ ഇനി നമ്മുടെ ചാനൽ വഴി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ കൂടെ കൂടിക്കൊള്ളണം. അങ്ങനെ നാട്ടിലെത്തി. ഇനിയുള്ള വിഷമം എന്താണെന്ന് വെച്ചാൽ ഏട്ടന് 1 മാസത്തെ ലീവുള്ളൂ. അത് കഴിഞ്ഞ് ഏട്ടൻ ഇനി തിരിച്ചു പോകുമല്ലോ, ഞങ്ങൾ ഒറ്റയ്ക്കാവുമല്ലോ എന്നുള്ള നിരാശയും കൂടി മനസ്സിലോട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അതേ ഞാൻ ഈ വോയിസ് ഇടുമ്പോഴായാലും ഈ ക്ലിപ്പൊക്കെ കാണുമ്പോഴായാലും ഒരുപാട് വിഷമമുണ്ട്. ഇപ്പോൾ ആൾ തിരിച്ച് സൗദിയിലെത്തിയിട്ടുണ്ട്, നമ്മൾ ഒറ്റയ്ക്കാണ്, നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കരിപ്പൂരെത്തി. ഇനി കരിപ്പൂരിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മൾ നാട്ടിലോട്ട് എത്തുന്ന വീഡിയോയൊക്കെ ഉണ്ട്.